ഈ ഉടമ്പടിയിലൊക്കെ കൗൺസിലിംഗ് ഒക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഉടമ്പടി നമ്മൾ വെക്കുന്നത് എന്താണ്? വിഷയങ്ങളാണ് വെക്കുന്നത്, ഇല്ലേ? പക്ഷെ നമ്മൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? വിഷയബന്ധം അല്ല, പിന്നെ എന്താണ്? വ്യക്തിബന്ധമാണ്. ഈ വ്യക്തിബന്ധം വളരണത് പ്രാർത്ഥന കേട്ടല്ല വളരണത്. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നിന്റെ നിലപാടനുസരിച്ചാണ് ഇൻറ്റിമസി കൂടുകയും കുറയുകയും ചെയ്യണത്. കേൾക്കാത്ത ചില പ്രാർത്ഥനയില്ലേ, അത് കേൾക്കാതിരുന്നിട്ടെങ്കിലും നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് അതുവഴി മുമ്പത്തേക്കാൾ വിശ്വാസമോ പ്രത്യാശയോ ദൈവസ്നേഹമോ കൂടിയിട്ടുണ്ടെങ്കിലേ ബന്ധം ദൈവത്തിരുസന്നിധിയിൽ കൂടും. അതാണ് കാനങ്കാരി പറയണത്. കർത്താവേ, അത് ശരിയാ, ഞാൻ പട്ടിയാണ്. കാര്യം ഈ പ്രാർത്ഥനയുടെ യാത്രയിലെ അപമാനങ്ങളും ഉണ്ടാവും. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഒരു വടകരയിൽ നിന്നുള്ള ഒരു മോളെ ഭർത്താവും ഭാര്യയും കൂടി അവരോട് ഉടമ്പടി 3 പ്രാവശ്യം പുതുക്ക് ഇന്നലെ കാണാമെന്ന് പറഞ്ഞ. പക്ഷേ എനിക്ക് ഇന്നലെ മീറ്റിങ്ങൊക്കെ കാരണം അധികം കാണൽ നടന്നില്ല. അവർ പോകാതെ അവിടെ നിന്ന കാരണം ഞാൻ രാത്രി അവരെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, 10 കൊല്ലമായി മക്കളില്ല, ഇപ്പം അപമാനമായി നാട്ടുകാരുടെ മുമ്പിൽ. 10 കൊല്ലമായി മക്കളില്ല, ആലപ്പുഴ പോയി ഉടമ്പടി എടുത്തിട്ട് മക്കളായിട്ടില്ല. അതുകൊണ്ട് ചെടുത്തിമാരും അനിയത്തിമാരും ബന്ധുക്കളൊക്കെ വിളിച്ച് ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അതാണ് ആ കാനങ്കാരുടെ പൊസിഷനാണത്. നമ്മുടെ കർത്താവിൻ്റെ പുറകെ നടന്നിട്ട് അവസാനം പട്ടി എന്ന രീതിയിൽ ആ കാനങ്കാരിയെ വിളിക്കണില്ലേ? മക്കളുടെ അപ്പമെടുത്ത പട്ടികൾക്ക് അപ്പോൾ അപമാനിക്കപ്പെട്ടു, അല്ലേ? അപ്പം ചില ആധ്യാത്മിക യാത്രയിൽ നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ നമ്മളെ അപമാനിക്കുക എന്നല്ല ദൈവം ഉദ്ദേശിക്കണത്. എന്താ ചെയ്തിരിക്കണത്? ദൈവം മരുഭൂമിയിലൂടെ മനുഷ്യനെ വിടണത് എന്തിനാ? എളിമപ്പെടുത്താൻ വേണ്ടിയാണ്. അതാണ് നിയമാവർത്തനം 8:3. ഞാൻ നിങ്ങളെ മരുഭൂമിയിലെ വിട്ടത് തണലില്ലാത്ത, വെള്ളമില്ലാത്ത, സന്ധിപ്പില്ലാത്ത അനുഭവങ്ങളിലൂടെ വിടുകയാണ്. അതാണ് നിയമാവർത്തനം 8:3. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താൻ. പട്ടിയെന്ന് വിളിച്ചത് എന്തിനാ? എളിമപ്പെടുത്താനാണ്. അപ്പം എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഞാൻ പോയിട്ട് ശരിയായില്ല, ഉടനെ ഞാൻ പ്രാർത്ഥന നിർത്തും, ഉപവാസം നിർത്തും, പിന്നെ പഴയ സ്വഭാവം തുടങ്ങും. പഴയ സ്വഭാവത്തിൽ ആൾക്കാരുടെ കഴുത്തേക്ക് കയറുക, ദാർഢ്യം കാണിക്കുക, ദേഷ്യപ്പെടുക, ക്ഷമിക്കാതിരിക്കുക, ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക, ഇങ്ങനെ പഴയ സ്വഭാവം തുടങ്ങും. അപ്പോഴേ യഥാർത്ഥത്തിൽ നിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ തൽക്കാലം നീ കാര്യം കാണാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ വേറെ ഒരു ഫേസ് സൂക്ഷിക്കുക. നിന്റെ കാര്യം കണ്ടില്ലെങ്കിൽ നീ എൻ്റെ പഴയ സൈസ് എടുക്കും. അതാണ് വിഷയം. വളരെ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ അടുത്ത് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം കാര്യം കാണാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥനയും കാര്യങ്ങളും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും കുറേ ആത്മീയ പ്രവൃത്തിയും പുണ്യപ്രവൃത്തിയും കൊണ്ടൊക്കെ ഇതൊരു ജാടയായിട്ട് ചില സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ രീതിയിലേക്ക് നീ പോകും. അത് കർത്താവിന് നിന്നേക്കാൾ നേരത്തെ അറിയാവുന്ന കാരണം ഒരു പ്രശ്നമുണ്ട്. അതാണ് ഞാൻ ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ അതിനനുസരിച്ച് നിന്നെ മരുഭൂമിയിലെ വിടുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ കാനങ്കാരിക്ക് പറയാം, ഇങ്ങനെ ദൈവമല്ല, ഒരു മണ്ണാങ്കട്ടയുമല്ല, ചുമ്മാ കള്ളത്തരമാണ്. ഇങ്ങനെയാണ് മനുഷ്യനെ വിളിക്കണത്, പട്ടിയെന്നൊക്കെയാണ് മനുഷ്യനെ വിളിക്കണത്, വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണേൽ പോകാം. പക്ഷെ കാനങ്കാരി പോകത്തില്ല. കാനങ്കാരി പറയും, ജീസസ് ദാറ്റ് ഇസ് റൈറ്റ്, ഐ ആം എ ഡോഗ് ആൻഡ് യു ആർ എ ലോഡ്. ഞാനൊരു പട്ടിയാണ്, പക്ഷെ നീ ആരാണെന്ന് എനിക്കറിയാം. ആരാണ്? യജമാനനാണ്. പട്ടികൾ പോലും
യജമാനൻ്റെ മേശപ്പുറന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ എന്ന് പറയും. അത് വല്ലാത്ത അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ വരണ എന്താണ് അതുപോലെ പറയണം. ഒരു ചേച്ചിയോട് സാക്ഷ്യം പറഞ്ഞെന്തറിയാവുക, ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അവൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞ കർത്താവിനോട്, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞതാണ്. എന്താ അവൾ ഉടമ്പടി എടുത്തപ്പോഴേ അവൻ്റെ മകന് ഒരു ജോലി കിട്ടണം. അപ്പം ജോലി ഉടനെ കിട്ടി അവൻ ഗൾഫിൽ പോവുകയും ചെയ്ത്. അവൻ തിരിച്ചു വിളിച്ച്, മമ്മി ഇതെന്ത് ജോലി മമ്മി? ഞാൻ ഈ വീട്ടൊക്കെ എല്ലാം പഠിച്ചിട്ട് ഇവിടുത്തെ ഓരോ കടയുടെ വാതിക്ക് നടക്കുകയാണ് ബാഗും പിടിച്ചോണ്ട് ഈ സാധനം വിൽക്കാൻ വേണ്ടി. എന്നെ അവരെ വിളിച്ച് ഫീൽഡ് എക്സിക്യൂട്ടീവ്, ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ് കോഡറൊക്കെ കൊടുത്ത് ടൈയൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ചുമ്മാ കമ്പനിക്കാരൻ്റെ സാധനം വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ഒരു കോപ്പറേറ്റീവ് ജാട കാണിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവന് കിട്ടുന്ന ശമ്പളം 21,000 രൂപയാണ്. ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പേരാണ് കിടക്കുന്നത്. അവൻ ചെയ്യണത് എന്താണ്? ഡോർ ടു ഡെലിവറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ വിളിച്ച് മമ്മിയെ വിളിച്ച് പറഞ്ഞു, മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് 10-5-6 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാൻ ഓരോ കുടുംബങ്ങളിൽ നടന്ന് ഇത് വീടുകളിൽ നടന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല കമ്പനിക്ക് വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വിറഞ്ഞ് അവളിവിടെ വന്ന് അൾത്താറ നോക്കി ഞാൻ പറഞ്ഞു, ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. സങ്കടം കൊണ്ട് പറഞ്ഞതാണ്, ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ഞാൻ ഇതുകൊണ്ട് എൻ്റെ മകന് നീ കൊടുത്ത ജോലി കൊണ്ട് ഞാൻ തൃപ്തയല്ല എന്ന് പറഞ്ഞു. അവൾ കാര്യം ഇത്രയും പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് അവൾ മുഖത്ത് നോക്കി, കർത്താവിൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ച്. അതാണ് ഞാൻ പറയണത്, നിങ്ങളുടെ ഉള്ളിലുള്ളത് സംസാരിക്കുമ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് നിങ്ങളുടെ തണ്ടുരോഗമായിട്ടല്ല എടുക്കണത്. എന്താ? നിങ്ങളുടെ ശരണം, നിങ്ങളുടെ കർത്താവിലുള്ള വിശ്വാസം. കർത്താവ് നീ കൈവിട്ടാൽ ഞങ്ങൾ എവിടെ പോകുമെന്നൊരു മനുഷ്യൻ പണ്ട് കർത്താവിനോട് ചോദിച്ചു, അല്ലേ? ആരാ ചോദിച്ചത്? പത്രോസ് ചോദിച്ചു, കർത്താവേ ഞാൻ എവിടെ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ. അപ്പം നമ്മൾ വീണാലും നിരച്ച് കർത്താവിൻ്റെ മുമ്പിൽ തന്നെ വരണം. അതുകൊണ്ടാണ് പത്രോസാണ് ഇത്രയും ഉയരാൻ കാര്യം. ആ മനുഷ്യന് ഭയങ്കര ദൈവിക വെളിപാടായിരുന്നു. അയാൾ എപ്പോഴും പറയാമായിരുന്നു, എന്തെല്ലാം കർത്താവിനുണ്ടായാലും ഞാൻ പോകത്തില്ല ഒരിടത്തും. കർത്താവിനെ ചവിട്ടിയാലും തല്ലിക്കൊന്നാലും ഞാൻ പോകത്തില്ല. എന്താ കാര്യം? പോകാൻ ഒരിടമില്ല, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ രക്ഷ നൽകാൻ ദ സിംഗിൾ നെയിം ഈസ് ഗിവൺ, നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന് നാമം മാത്രമേ ഉള്ളൂ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇപ്പം ആ അമ്മച്ചി എന്നാ പറഞ്ഞ ഈശോനോട്, എൻ്റെ മകൻ്റെ ഈ വെയിലും കൊണ്ടുള്ള അലച്ചിലിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറഞ്ഞല്ലേ. എനിക്ക് യാതൊരു തൃപ്തിയുമില്ല ഈശോ എന്ന് പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിലാണ് പ്ലേസ്മെൻറ്റ് നടന്നത്. വിത്തിൻ 24 hours അവൻ പ്ലേസ് ചെയ്ത് കമ്പനിക്കാർ. പറയേണ്ട പോലെ പറഞ്ഞാൽ ക്ലിയർ ആകും. അത് തന്നെയല്ലേ ഈശോ പറഞ്ഞത്. അത് നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥതയോടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അവൾ ആ കാര്യം അത് തന്നെയാണ് പറയണത്. കർത്താവ് അത് ശരിയാണ്, അങ്ങ് പറഞ്ഞ് ശരിയാണ്. പക്ഷേ യജമാനന്മാരുടെ മേശയിൽ നിന്ന് പട്ടികളും അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ട്. ഉമ്മാൻ എന്നാ ഈശോ വിളിക്കണത് സ്ത്രീയെ. പിന്നെ എന്താ പറയുക? നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക്. അപ്പം അതാണ് സംഭവം. ആഗ്രഹം പോലെ ആ വാക്ക് ബൈബിൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. കനംകാരിയാണ് കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് പുറത്തു കൊണ്ടുപോകുന്നത്. ആ കനംകാരി വിജാതി സ്ത്രീയാണ് കർത്താവിൻ്റെ മനസ്സിലിരിപ്പ്. അതാണ് 15:28. മത്തായിയുടെ സുവിശേഷം 15:28. മകളെ, എന്താണ്? നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ദാറ്റ് മീൻസ് എന്താണ്? ആഗ്രഹം, കർത്താവിനോട് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടെങ്കിൽ നിൻ്റെ ഏത് ആഗ്രഹവും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. അത് കർത്താവ് അംഗീകരിക്കും, ബഹുമാനിക്കും, നടത്തി തരും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
ഈ ശരണമെന്ന പുണ്യവും അതുവഴി നമ്മുടെ എളിമപ്പെടലും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇനി ഈശോ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ വെക്കാതെ ഷാർപ്പായിട്ട് ശരണപ്പെട്ട് നിൽക്കുന്നതിന് നമുക്ക് എന്താ വേണ്ടത്? കർത്താവിനെക്കുറിച്ച് ആന്തരികമായ ബോധ്യം വേണം. ഈ ആന്തരിക ബോധ്യത്തിനാണ് നമ്മൾ ഉടമ്പടിക്കാലത്ത് വചനം ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാര്യം കർത്താവ് ആരാണെന്ന് അറിയണ്ടേ? ഇതിൻ്റെ അകത്തുള്ളാവുന്ന കാഷ്വാലിറ്റി എല്ലാം ഫേസ് ചെയ്യാൻ എന്താ സഹായിക്കണം നമ്മളെ? പത്രോസിനെ സഹായിച്ചത് എന്താണ്? പത്രോസ് പറഞ്ഞ്, കർത്താവ് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? 6:69 യോഹന്നാൻ്റെ സുവിശേഷം. നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ ഓപ്ഷനില്ല നമുക്ക്. അപ്പം കർത്താവല്ലാതെ വേറെ ഓപ്ഷനില്ല എന്നുള്ളത് ബൈബിൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന രക്ഷാമന്ത്രമാണ്. നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം. ആ സാധനം എപ്പോഴും വർക്കൗട്ട് ചെയ്യും. മറ്റൊരു ഓപ്ഷൻ വെക്കണം എങ്ങനെയാണെന്നറിയാവോ? നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ അപകടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ 6-ാം പ്രമാണത്തിലും 5-ാം പ്രമാണത്തിലും ഒന്നുമല്ല, 1-ാം പ്രമാണത്തിലാണ്. കാര്യം നമ്മൾക്കെപ്പോഴും അതിശക്തമായ പ്രലോഭനം. ഇപ്പം നിങ്ങൾ പറയും ഞങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് പോണില്ല, ഞങ്ങൾ അന്യദേവനെ ആരാധിക്കണില്ല. ബട്ട് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രാർത്ഥന താമസിച്ചാൽ മതി, 1-ാം പ്രമാണം ലംഘനമാകും. പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന സന്ധ്യപ്രാർത്ഥന താമസിച്ചാൽ നടന്നില്ലെങ്കിലും അതെല്ലാം 1-ാം പ്രമാണ ലംഘനമാണ്. അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ എന്താ കാര്യം? വേറെ ഓപ്ഷൻ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം നമുക്ക് വന്നിരിക്കുന്നു. കുടുംബത്തിൽ പുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ വിഷയം നമുക്ക് വന്നിരിക്കുന്നു. അപ്പം നിൻ്റെ കർത്താവ് ദൈവം ചിലപ്പോൾ നീ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുവോ വ്യക്തിയോ ആയിരിക്കാം. ശിക്ഷ വന്നു. ഏറ്റവും തകർച്ച കുടുംബപ്രാർത്ഥനയാണ്. കുടുംബപ്രാർത്ഥന കൗണ്ട് ചെയ്യണ രീതികൾ അറിയണം നിങ്ങളെ. അത് ചുമ്മാ ചട്ടപ്പടി സമ്പ്രദായമല്ല, അത് 1-ാം പ്രമാണമാണത്. എവിടെയെങ്കിലും നിൻ്റെ പ്രാർത്ഥന മിസ്സായി അല്ലെങ്കിൽ കുർബാന മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കുർബാനയേക്കാൾ പ്രാധാന്യമുള്ള എന്തോ സംഭവം വന്നു. പണ്ടൊരു മനുഷ്യൻ ഇവിടെ കരഞ്ഞുകൊണ്ട് വന്ന്, അയാൾ പണ്ട് എൻ്റെ പള്ളി കൈക്കാരനായിരുന്നു. അപ്പോൾ അയാളോടൊരു ദിവസം ഞാൻ പള്ളിയിൽ ഇരിക്കണ കാലത്ത് ഞാൻ ഞായറാഴ്ച എനിക്കധികം വീട്ടുകാരില്ല, ഞാൻ 300 വീട്ടുകാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പള്ളി നിന്ന് കഴിഞ്ഞാൽ ആര് വന്നെന്നൊക്കെ എനിക്കറിയാൻ പറ്റും. ഞാനെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കത്തുള്ളൂ എപ്പോഴും. അപ്പോൾ ആൾ മിസ്സായി എനിക്കറിയാം. അപ്പോൾ ഞാനൊരു ദിവസം ഒരാൾ ഈ കൈക്കാരനെ കാണാഞ്ഞപ്പം പെട്ടെന്ന് മനസ്സിലായി. ഞാൻ കൈക്കാരനോട് ചോദിച്ചു, കൈക്കാരാ കുർബാനക്കില്ലായിരുന്നല്ലോ? അതൊരു ജീവിത പ്രശ്നത്തിന് പോയിരിക്കരുതെന്ന്. അതെന്നെ കൈക്കാരൻ ഈ ചരക്കെടുത്ത് വിൽക്കണ ആൾ തരകൻ്റെ അടുത്ത് കാശ് മേടിക്കാൻ പോയതാ. കാരണം തരകൻ 8 മണിക്ക് 7 മണിക്ക് വീട്ടിൽ കാണത്തുള്ളൂ. അത് കുർബാനയുടെ സമയമാണ്. അപ്പോൾ കുർബാനയ്ക്ക് പോകണം, കർത്താവിൻ്റെ അടുത്ത് പോകണം, തരകൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കിടന്നുകൊണ്ട് പേറ്റി അവസാനം കർത്താവിനേക്കാൾ വലിയ തരകനുണ്ടായി. തരകൻ്റെ അടുത്ത് പോയി അയാൾ കാശ് മേടിച്ചു, കുർബാന മുടങ്ങി. ആ കാശും അതിൻ്റെ 10 ഇരട്ടി കാശ് നഷ്ടപ്പെട്ട് തേച്ച് കഴുകി 2 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നു. നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കണതാണേ. നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കണതാണ്. നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഇത്രയും വെടിച്ചിട്ടിരിക്കുമ്പോൾ എന്ന് വിശ്വാസി മനസ്സിലാക്കണം. കാര്യം എന്താണ്? അത് ഒന്നാമത് വെച്ചിരിക്കുകയാണ്. കാര്യം എപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് തെറ്റിയിട്ട് മാത്രമേ 2, 3, 4 ഇപ്പം ജോളിയുടെ സൈനൈഡ് കൊലപാതകങ്ങളില്ലേ, അതുവരെ ഈ ഒന്ന് തെറ്റിയിട്ട് തെറ്റത്തുള്ളൂ. അത് 6 അല്ലേ? 5 കൊല്ലരുത്, 6 വ്യഭിചാരം ചെയ്യരുത്. അപ്പം 5ഉം 6ഒക്കെ തെറ്റണ മുമ്പ് 1 ആദ്യം തെറ്റും.
നീ ഒന്ന് തെറ്റുമ്പോൾ തന്നെ കർത്താവിൻ്റെ സ്ഥാനം വേറെ എന്തെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ സമയത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. കുടുംബത്തിൽ സാത്താൻ്റെ പണി തുടങ്ങി. കർത്താവ് പണി തുടങ്ങുന്നില്ല. യവന് നമ്മൾ അവസരം കൊടുത്തു. അവനൊരു അവസരം കൊടുത്തുള്ള അവസരം എന്താണ്? പിന്നെ കയറിയവന് കാര്യം അവന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഇപ്പം കർത്താവിൻ്റെ സ്ഥാനം പോയാൽ അവിടെ നിന്ന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിൻ്റെ അനുവാദമില്ലാതെ തന്നെ ആ സീറ്റിൽ അവൻ വരും. അതാണ് ബൈബിൾ പറയണത്. എഫേസ്യസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവനെ വിളിക്കേണ്ട കാര്യമില്ല. ആ പാർട്ടിക്കുള്ള ഗുണമെന്ന് വെച്ചാൽ വന്നു കയറി ഇരുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല. കാര്യം നിങ്ങൾ കർത്താവിൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സീറ്റ് അവൻ കൈകാര്യം ചെയ്യും. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാത്താൻ്റെ ഒരു പ്രത്യേകത, ദൈവം വിളിച്ചാലേ വരത്തുള്ളൂ, സാത്താൻ വിളിക്കാണ്ട് വരും. അതാണ് എൻ്റെ വിഷയം വരുന്നത്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്നും വന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, അവനോട് വിരുന്നിനിരിക്കുമെന്ന് വെളിപാട് 3:20 പറയണേ. കർത്താവ് വിളിച്ചാലേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ ദ ഹെവൻ ഈസ് സോ വാല്യുബിൾ. എന്തുകൊണ്ടാണ് ദൈവരാജ്യം ഇത്രയും വിലയുള്ളതായി മാറണത്? ബിക്കോസ് ഇറ്റ് ഈസ് പെയ്ഡ് സീറ്റ്. അവൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത കൊണ്ടാണ്. അതുകൊണ്ട് വി മസ്റ്റ് പേ. നമുക്ക് കോസ്റ്റ്ലിയാണ്, നമ്മളത് കൊടുക്കണം. സാത്താന് ഒരു മുതമുടക്കുമില്ല, അവൻ വലിഞ്ഞു കയറി നേരെ വന്നിരുന്നോളൂ. അതുകൊണ്ട് ബൈബിൾ പറയും എഫേസ്യസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് അവസരം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ ദൈവത്തിൻ്റെ അവസരങ്ങൾ കൊടുക്കാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അത് മറ്റവൻ്റെ അവസരമായിട്ട് മാറുകയും ക്രമേണ നമുക്ക് വേറെ ചിന്തകൾ വരികയും ചെയ്യും. ഇപ്പോൾ ഒരാളിൽ 6 പേരെയല്ലേ ഈ ലോകത്ത് എന്തുമാത്രം പുണ്യം ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികളെ ജനിപ്പിച്ച സഭയാണിത്. ഈ സഭയിൽ തന്നെയാണ് ജോളി ജനിച്ചിരിക്കുന്നത്, ഇല്ലേ? ഇപ്പം ഞാൻ സമയത്ത് മദർ തെരേസ മുതൽ ജോളി വരെ ഇല്ലേ, 6 പേര് സൈനൈഡ് കില്ലർ. ഞാൻ ഓർത്തത് ഇത്രയും ഈ വിശ്വാസത്തിലൊക്കെ വളർന്നിട്ട് പിന്നെ എന്താ ഈ മനുഷ്യന്മാർ ഇങ്ങനെ തെറ്റിപ്പോണത്? എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത്രയും വചനങ്ങളും ധ്യാനങ്ങളും പള്ളിയൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെയുള്ള സൈനൈഡ് കില്ലേഴ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് പറഞ്ഞു, ചിത്തമരം ചിത്തബലങ്ങൾ. കർത്താവ് നേരത്തെ പറഞ്ഞതല്ലേ, നല്ല മരത്തിന് ചീത്തഫലങ്ങൾ തരാൻ പറ്റത്തില്ല, ചീത്തമരത്തിന് നല്ല ഫലങ്ങളും തരാൻ പറ്റത്തില്ല. പിന്നെന്താണ്? ചീത്തമരത്തിന് അതാണ് മത്തായി 7:18 മോശം മരം മോശം ഫലം തരും. അപ്പം നിങ്ങൾ ഈ മോശം ഫലമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ പണിയാളെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. കർത്താവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരു മുസ്ലിം സഹോദരിയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ചെറുപ്പക്കാരത്തിയാ. അവൾ എന്താ പറഞ്ഞെന്നറിയാവോ? അവളെ അച്ഛൻ വിളിച്ചത് എന്താണ്, ബഷീർ എന്നുള്ളതിന് ഭാസ്കർ എന്ന് വിളിച്ച് അച്ഛനെ തിരുത്തി വിടുന്ന. അവള് ഷംന തിരുത്തി അച്ഛനെ. എൻ്റെ പേര് ഷംന ബഷീർ, ഞാൻ ഇസ്ലാമാണ്, അച്ഛന് തെറ്റിയതാണെന്ന് പറഞ്ഞത്. അവൾ എന്നാ പറഞ്ഞതെന്നറിയാം? ആദ്യം പറഞ്ഞത്, കുറേ സാക്ഷികൾ പറഞ്ഞ ശേഷം ആദ്യം പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് കുറേ നാളായിട്ട് മുൻകോപമാണ് ഭയങ്കര. അപ്പം ഞാൻ മുൻകോപം എനിക്ക് അടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ് എൻ്റെ മുൻകോപം ഒന്ന് അവസാനിപ്പിച്ച് തരണം. ആദ്യം ഞാൻ ചീത്ത മരമാണ്, എന്നെ നീ തൊട്ട് നല്ല മരമാക്കി തരണം. എന്തിനാണ്? നല്ല ഫലങ്ങളെ വിളയിക്കാൻ വേണ്ടി. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു തുറവിയാണത്.
കാര്യം ഈ ഗ്രേസ് ബിൽഡപ്പ് ഓൺ നേച്ചർ എന്ന് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്. കൃപ മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് വിളയണത്. ഇപ്പം നമ്മുടെ പ്രകൃതി മാറ്റം സംഭവിച്ചില്ലെങ്കിൽ, മനസ്സാന്തരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാറ്റമല്ല, അത് മൊത്തം പ്രകൃതിയുടെ മാറ്റമാണ്. ക്ഷമ, ദയ, നന്മ, വിശുദ്ധത, ആത്മസംയമനം എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുടെ ഫലങ്ങളാണ്. ബേസിക്കായിട്ട് ഈശോയെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ഈശോൻ്റെ സ്വഭാവം കാണും. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയത്തില്ലേ? ഫിലിപ്പിയർ 2:7, ഫിലിപ്പിയർ 2:6. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. നമുക്ക് പ്രകൃതി മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ. ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണത്? പകർത്തിയ ദൈവമായിരിക്കവേ ദൈവത്തോട് സമാനം മുറുകെ പിടിക്കുന്ന കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം, കുരിശ മരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ എന്ത് സംഭവിച്ചു? ദൈവം അവനെ അത്യധികം ഉയർത്തി. നമ്മളെ ഉയർത്തേണ്ടത് ആരാണ്? ദൈവമാണ്. ദൈവത്താൽ ഉയർത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എളിമപ്പെടുന്നത്. ദൈവം നമ്മൾ എളിമപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അനീഷ്. ഞാൻ വരുന്നത്, എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ പടുപ്പ് എന്ന ഇടവകയിൽ നിന്നാണ് ഞാനുള്ളത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2022 ഏപ്രിൽ 16 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കാസർഗോഡായിരിക്കുമ്പോൾ എൻ്റെ വൈഫ് ആശയ്ക്ക് മൂക്കിൻ്റെ 2 പതയും ബ്ലോക്കായിട്ട്, വളവ് വന്നിട്ട് ഫുള്ള് കംപ്ലീറ്റ് ബ്ലോക്കായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി ചെയ്യണം, അല്ലെങ്കിൽ സൈനോസിസ് ആകും, അതുകൊണ്ട് ഉടനെ സർജറി ചെയ്യണം, താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യ വീട് കോട്ടയത്താണ്. കോട്ടയത്തേക്ക് വരികയും മമ്മിയിൽ നിന്ന്, ആശയുടെ എൻ്റെ വൈഫിൻ്റെ അമ്മ മമ്മിയിൽ നിന്ന് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കാനായിട്ട് വരികയുണ്ടായി. വരുമ്പോൾ ഞാൻ എൻ്റെ വൈഫ് ആശയോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തോണം, ഞാൻ എടുക്കുകയില്ല. കാരണം എൻ്റെ ഒരു മനോഭാവം വേറെ ലെവലായിരുന്നു. മാതാവിനെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളും എൻ്റെ വിചാരങ്ങളും ഉണ്ടായിരുന്നത്, തിരുസഭ മാതാവിന് ഒത്തിരിയേറെ പരിഗണന കൂടുതലായിട്ട് കൊടുക്കുന്നു, മാതാവിനെ കൂടുതലായിട്ട് പരിഗണിക്കുന്നു, യേശുവിനേക്കാളും കൂടുതൽ പരിഗണന കൊടുക്കുന്നു. അതുകൊണ്ട് മാതാവ്, ഈശോ കഴിഞ്ഞിട്ടുള്ള സാധനമേ മാതാവിനുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട, ഡയറക്റ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, ഇതിന് ഇടയ്ക്കൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊരു ചിന്താധികാരനായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, നീ തന്നെ ഉടമ്പടി എടുത്തോളുക, ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു തോന്നൽ തോന്നി, ഞാൻ തന്നെ ഉടമ്പടി എടുക്കാം. ഞാൻ പെട്ടെന്ന് ഇവരോട് പറഞ്ഞു, ഞാനാണ് ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് അന്ന് വൈകുന്നേരം, അന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 മണി സമയത്തോടെയാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇവളുടെ 2 മൂക്കും ഓപ്പണായി കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഇവളെ കോട്ടയത്തുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഇവളുടെ മൂക്കിന് യാതൊരു കുഴപ്പമില്ല, നിലവിൽ അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട യാതൊരു അവസ്ഥയും കാണുന്നില്ല. അങ്ങനെ ദൈവം ഞങ്ങളെ ആദ്യമായിട്ട് അനുഗ്രഹിച്ചു. ഞാൻ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ അയർലൻഡിൽ പോകാനുള്ള എൻ്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ 2 പേരുടെയും വർക്ക് പെർമിറ്റ് 2 പ്രാവശ്യം റിജക്ഷനായി. ആകപ്പാടെ നിരാശയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തു. 3 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 2 മാസത്തോടെ ഞങ്ങളുടെ വർക്ക് പെർമിറ്റിൻ്റെ ഞങ്ങൾക്ക് 2 പേർക്കും വർക്ക് പെർമിറ്റ് അപ്രൂവലായി കിട്ടി. അതുപോലെ തന്നെ 2023 ഓഗസ്റ്റ് മാസം 21 അയർലൻഡിൽ വെച്ച് ഒരു ധ്യാനമുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ എൻ്റെ ഭാര്യ ആശ ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി ഞങ്ങൾ കുടുംബസമേതം ഉടമ്പടി ആ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആശ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഫലമായിട്ട്
അതെന്ന് വെച്ചാൽ നിയമമായിരുന്ന അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് വളരെയേറെ കഷ്ടപ്പാടാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഡ്രൈവിംഗ് ചെയ്യുമ്പം പൊതുവേ നന്നായിട്ട് പേടിയുള്ള ഒരാളാണ്. അപ്പോൾ പേടിയുള്ള കൂട്ടത്തിൽ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്ക് പോലും 8-10 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഞാൻ കൃപാസന മാതാവിൻ്റെ തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി, കൂടാതെ ഞാൻ കുറച്ച് ഉപ്പെടുത്ത് മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് ഒരു ടിഷ്യൂവിനകത്ത് പൊതിഞ്ഞിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടു ഒരു ധൈര്യത്തിന്. അതുകൂടാതെ നമ്മുടെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഒരു ചെറിയൊരു നൂലെ കെട്ടിയിട്ട് ഞാൻ ഇടം കൈയിനാണ്. അപ്പോൾ എൻ്റെ ഈ ഇടത് വിരലിൽ ഞാനിങ്ങനെ ചേർത്ത് വെച്ചു. കാരണം എനിക്ക് വണ്ടി ഓടിക്കുമ്പം എപ്പോഴും ഇടത് കൈയാണ് വശം, കൂടുതൽ വശം. അപ്പോൾ എന്നെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ പ്രാർത്ഥനയിൽ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്ട്രക്ടർ ടെസ്റ്റ് ചെയ്ത ആൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ, ഒരു മിസ്റ്റേക്ക് പോലും പുള്ളിക്കാരൻ കണ്ടുപിടിച്ചിട്ടില്ല. പുള്ളിക്കാരൻ എന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് പാസ്സാക്കി തന്നു. ദൈവത്തിന് അമ്മ മാതാവിന് നന്ദി. പിന്നെ അതുകൂടാതെ ഞങ്ങൾക്ക് മക്കളെ കൊണ്ടുവരാനായിട്ടുള്ള ഞാൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും മക്കളെ കൊണ്ടുവരാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു. അത് 3 പേരുടെയും 3 മക്കളുണ്ട് ഞങ്ങൾക്ക്, 3 പേരുടെയും രജിസ്ട്രേഷനായി. അപ്പോൾ അങ്ങനെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മക്കളുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഒരു കൊച്ചിൻ്റെ അപ്ലൈ ചെയ്തു. ഒരു കൊച്ചിൻ്റെ അപ്ലൈ ചെയ്തിട്ട് ഈ കഴിഞ്ഞ 30-ാം തീയതി കൊച്ചിൻ്റെ വിസ അപ്രൂവൽ ചെയ്ത് കിട്ടി. അമ്മ മാതാവിന് നന്ദി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലിയുടെ സംബന്ധമായ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു നല്ല ജോലി കിട്ടണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവിടുത്തെ അയർലൻഡിലെ ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഞാനും വൈഫും കൂടെ ഒരു ബാങ്കിൽ പോയപ്പോൾ ഞാൻ ബാങ്കിൽ നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആളോട് ചോദിച്ചു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചതാണ്. പക്ഷേ ഞാൻ ചോദിച്ചത് ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾക്കും മനസ്സിലായില്ല, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എൻ്റെ ഭാര്യയ്ക്കും മനസ്സിലായില്ല. കാരണം അത്രയ്ക്ക് മോശമായിരുന്നു എൻ്റെ ഇംഗ്ലീഷ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ വളരെ സ്റ്റക്കായി പോവായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. പിറ്റേ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ. ഞങ്ങൾ എന്നിട്ട് നേരെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പം ചേച്ചി പറഞ്ഞു, സാരമില്ലടാ, നീ ഒരു കാര്യം ചെയ്യുക, ഇതാ അമ്മ മാതാവ് അവിടെയുണ്ട്, നീ അവിടെ ഇരുന്നോളുക, അമ്മ മാതാവിനെ അടുത്തിരിക്കുക, ഞാൻ നിന്നെ പഠിപ്പിച്ചോളാം. ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകാൻ നേരം ഇതുപോലെ തന്നെ എനിക്ക് ഭയങ്കരത്തിലുള്ള വിശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഉപ്പും തൈലവും അതുപോലെ തന്നെ കാശുരൂപവും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മറ്റൊരു ശക്തിക്കും നമ്മളെ തടയാൻ പറ്റില്ല. നമ്മുടെ ടെൻഷനെല്ലാം പാടെ വിട്ടുമാറും. നമ്മൾ ഏത് ലെവലിൽ നമ്മൾ പിന്നെ പെർഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ തൈലവും വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥനയും ചൊല്ലി ഉപ്പും കയ്യിലെടുത്ത് അതുപോലെ തന്നെ കാശുരൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ ചെന്നു. ഇൻ്റർവ്യൂവിന് ഞാൻ കുറേ നേരത്തെ അവിടെ ചെന്നു. നേരത്തെ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അകത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് ചെന്ന് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഒരു ലേഡി ഇരിപ്പുണ്ട്. 3 പേരുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. ഒരു ലേഡി ഇരിപ്പുണ്ട്. എനിക്ക് നോട്ടത്തിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒരു മാതാവിനെ പോലെ എനിക്ക് തോന്നുന്നത്. എൻ്റെ കാഴ്ചയിൽ പുള്ളിക്കാരി ഞാൻ എന്തെങ്കിലും ഒരു ആൻസർ പറയാതെ അതിലേക്ക് എത്താൻ താമസിക്കുന്നത് കാണുമ്പോൾ പുള്ളിക്കാരിയുടെ മുഖം അങ്ങോട്ട് മങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഭയങ്കര പ്രസാദിച്ചു വരുന്നു. അപ്പം എനിക്ക് ആ പുള്ളിക്കാരി യാതൊരു പരിചയവുമില്ല. അപ്പം എനിക്ക് മാതാവ് തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ ഞാനിരിക്കുകയാണ്. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു, എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസമാണ് വൈഫിന് ഇൻ്റർവ്യൂ. വൈഫിന് അന്നേരത്തിനും ഭയങ്കര ടെൻഷനായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നുകൂടി ഇരുന്നിട്ടൊന്ന് പഠിച്ച് നോക്കി, റിവൈസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും കുറേ വ്യത്യാസം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അവിടെ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്തതിനകത്ത് കുറേ വ്യത്യാസങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ടെൻഷൻ കയറി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ ഞാൻ അത്യാവശ്യം ഇടയ്ക്ക് മുടനൊക്കെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അപ്പം
മദ്യപാനത്തിന് എന്ന് വെച്ചാൽ ഓവറായിട്ട് മദ്യപിക്കില്ല, വല്ലപ്പോഴൊക്കെ മദ്യപിക്കുകയാണ്. അപ്പം ഞാൻ വൈഫിൻ്റെ മുമ്പിൽ വെച്ച് കാശ് രൂപം കയ്യിലെടുത്തിട്ട് മാതാവും തിരുക്കുമാരനുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഇനി ആയുഷ്കാലം ജീവിതാവസാനം വരെ ഞാൻ മദ്യം കഴിക്കില്ല എന്നൊരു ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വൈഫ് പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോയപ്പം അവൾ നന്നായി പെർഫോം ചെയ്തു. റിസൾട്ട് വന്നപ്പോഴാണ് ഏകദേശം ഒരു 100 പേര് അറ്റൻഡ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ വരുന്നത്. നന്നായിട്ട് ഇംഗ്ലീഷെല്ലാം സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഐറിഷുകാർ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് 2ാമത്തെ റാങ്കും അവൾക്ക് 5ാമത്തെ റാങ്കും നൽകി ഈശോ മാതാവും ഉണ്ണീശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ലാസ്റ്റായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അവിടെ അയർലൻഡിൽ. അപ്പം അയർലൻഡ് ഞങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നിലവിൽ പേ സ്കെയിൽ വെച്ചിട്ട് ഞങ്ങളുടെ വരുമാനം വെച്ചിട്ട് ആ ഒരു വീട് മേടിക്കാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയ ജോലിയുടെ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓൺ ദി പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് ബാങ്കിൽ നിന്നുള്ള അറിയിപ്പും കിട്ടി. അപ്പോൾ ഞങ്ങളുടെ അടുത്ത നിയോഗമായിരുന്ന വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമാകാൻ പോവാണ് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും അനുഗ്രഹം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വീട്ടിൽ വളരെയേറെ സമാധാനവും ശാന്തിയും ഉണ്ടാകുവാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു. എനിക്ക് ദേഷ്യം ഒത്തിരിയേറെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ എനിക്ക് ബൈബിൾ വായന പണ്ട് തൊട്ടേ അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലായിരുന്നു. കുറച്ചിരി വായിക്കും, ഒരു കൂടി പോയാലൊരു 4-5 സെൻറ്റൻസ് വായിച്ച് കഴിഞ്ഞിട്ട് നിർത്തുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ബൈബിൾ വായിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങൽ പോലെ എനിക്ക് തോന്നായിട്ടുണ്ട്. കൂടാതെ എൻ്റെ മക്കളുടെ പലവിധ അസുഖങ്ങളും അറിയുകയും കുടുംബത്തിൽ സമാധാനമുണ്ടാകുകയും ഇതിൻ്റെ ഫലമായിട്ട് വീട്ടിലെ കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് ചെല്ലുകയും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നല്ല സുഗമമായിട്ട് പോവുകയും ചെയ്യുന്നു. ഞാൻ ഉടമ്പടി പത്രം ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി വിതരണം നടത്തുകയും അതുപോലെ തന്നെ പല ആൾക്കാരെയും സാമ്പത്തികമായിട്ട് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാതാവ് തിരുക്കുമാരനും എന്നെ എല്ലാ വിധത്തിലും സഹായിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.